ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. LDF എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. CV സെന്ററിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി പുളിഞ്ചോട് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സർവ്വ മേഖലകളിലും ഈ ഗവൺമെന്റ് കാഴ്ചവെച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ അത് തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. BJP ആണ് ഭൂരിപക്ഷം സ്റ്റേറ്റുകളും ഭരിക്കുന്നത്. കോൺഗ്രസ് ഒട്ടേറെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ഈ സ്റ്റേറ്റുകളിലൊന്നും കാണാത്ത ജനകീയമായ ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. എന്തുകൊണ്ടാണ്? ഇടതുപക്ഷത്തിൻ്റെ നയപരമായ തീരുമാനങ്ങളാണ് അതിന് കാരണം. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒക്ടോബർ മാസം പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനം, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേർക്ക് 1600 രൂപയിൽ നിന്ന് 2000 രൂപയായി അത് വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം ഈ ഗവൺമെന്റ് ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചില ചർച്ചകളൊക്കെ ടെലിവിഷൻ ചാനലിലും ചായക്കടകളിലൊക്കെ നടക്കാറുണ്ട്. അതെന്താണ്? എല്ലാ പാർട്ടികളും ഒരുപോലെയാണ്, എല്ലാ സർക്കാരുകളും ഒരുപോലെയാണോ? ഐക്യ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന ഘട്ടത്തിൽ 600 രൂപയായിരുന്നു പെൻഷൻ. ആ 600 രൂപ 18 മാസത്തെ കുടിശ്ശിക വെച്ച് പോയ ആളുകളാണ് LDF ഗവൺമെന്റിനെ ചാനലുകളിൽ വന്നിരുന്ന ആക്ഷേപിക്കുന്നത്. PK ഷാജു അധ്യക്ഷനായി. ET ടൈസൺ MLA, അഡ്വക്കേറ്റ് BK ജ്യോതി പ്രകാശ്, TP രഘുനാഥ്, മഞ്ജുള അരുണൻ, അമൽ T പ്രേമൻ, KS ജയ, AV സതീഷ്, ഷീന വിശ്വൻ, KC ശിവരാമൻ, MM ഗിരീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു.
ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.